വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതിയുടെ വക പണിഷ്മെന്റ്. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി നീക്കി. കമ്പനി നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ കടുത്ത നടപടി. പ്രൊഫസർ എം കെ സാനുവും SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് MN സോമൻ, ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് തുടങ്ങി മുഴുവൻ ബോർഡ് അംഗങ്ങളെയും ഹൈക്കോടതി അയോഗ്യരാക്കി. 2024 നൽകിയ ഹർജിയിൽ കമ്പനി ആക്ട് പ്രകാരമാണ് ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ്. കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന SNDP യോഗത്തിന്റെ ഡയറക്ടർ അടക്കമുള്ളവർക്ക് ഡീൻ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ അക്കൗണ്ടിന് നിലവിൽ സാധുതയില്ലെന്ന് കോടതി കണ്ടെത്തി. ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുന്നില്ല, കൃത്യമായി യോഗങ്ങൾ ചേരുന്നില്ല, യോഗത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്രിമം കാണിക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ പരാതി. വെള്ളാപ്പള്ളി നടേശന്റെ ഭരണകൂടം ഈ കമ്പനിയുടെ ഒരു മാൻഡേറ്ററി പ്രൊവിഷനും പാലിക്കുന്നില്ല, കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. IGO രജിസ്ട്രേഷൻ 2005 മുതൽ കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. ആ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ 2014 മുതൽ 2021 വരെ ഈ കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. 2013 മുതൽ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കിയില്ലെന്നും 3 വർഷം തുടർച്ചയായി രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് കണക്കുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അയോഗ്യനാക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ രജിസ്റ്റർ IG തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഭരണനിർവഹണത്തിനായി താൽക്കാലിക ഡയറക്ടർ ബോർഡിനെ സർക്കാരിനോട് നിയമിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. മീഡിയ 1 കൊച്ചി.